ഹലോ, നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടും പിന്നെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും അവൈലബിളായി ഈ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള കിളിമീൻ വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരു 7-8 എണ്ണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇടണം. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ അളവിൽ, അതുപോലെ തന്നെ പെരുംജീരകം ഇടുന്നുണ്ട്, അതും ഒരു 1/2 ടീസ്പൂൺ അളവിൽ അതുകൂടെ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. അതിപ്പോൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർക്കാം. നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു മീനിൻ്റെ അളവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി, മീനൊക്കെ ആകുമ്പോൾ ഒരു പിഞ്ച് കായപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പൊടി ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഒരു ചെറിയ പുളിപ്പും കൂടെ കിട്ടുമല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഇടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ നന്നായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അരച്ച കംപ്ലീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസാല ഒന്നും കൂടെ നല്ല ഫൈനായിട്ട് ഇതിലേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് പിടിച്ചു കിട്ടും. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. എന്നാലാണ് ആ മസാലയ്ക്ക് പെട്ടെന്ന് ഫിഷിലേക്ക് ഒന്ന് പിടിച്ചിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണയ്ക്ക് കുറച്ച് വേപ്പില ഫ്ലേവറും കൂടി വരും. അപ്പോൾ എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ ഈ മീനൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഉള്ളിയൊക്കെ തേച്ചേക്കണോണ്ട് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഒന്ന് ഹീറ്റ് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, അതിപ്പോൾ പ്രത്യേകിച്ച് പ്രോസസ്സൊന്നും ആരോടും പറഞ്ഞു തരാനൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ്. ഈ ഒരു മസാല മാത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അതും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. അപ്പോൾ ഈ മീൻ ഈ ഒരു സീസണിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇത്രയേ ഉള്ളൂ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു എണ്ണയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ മസാലക്കൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.